യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പക്കാരനായ നബിയാണ്. ബാച്ചിലേഴ്സ് പറയും കുരുത്തക്കേടൊക്കെ നടത്താൻ കുഴപ്പമൊന്നുമില്ല, ബാച്ചുലറായി ജീവിക്കുമ്പോൾ സ്വാഭാവികല്ലേ. നമ്മുടെ ഗൾഫ് നാടിലാണ് ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത്. നമ്മുടെ മലയാളി മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരും പെൺകുട്ടികളും അല്ലാത്തവരും, പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും പഠനത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളും ആണും പെണ്ണും പച്ചയായ വ്യഭിചാരം ഒരു മനസ്സങ്കോചം പോലും ഇല്ലാതെ നടക്കുന്നത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്താ നമുക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? കല്യാണം കഴിക്കണവരെ ആവാം, അങ്ങനെ ഉണ്ടോ? സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാച്ചിലറാണ്. യൂസുഫ് നബി നമ്മൾ ആരെയും പോലെയാണോ? ഏറ്റവും വലിയ ഗ്ലാമറസ് ചെറുപ്പക്കാരൻ, ദ മോസ്റ്റ് ഹാൻസം. മനുഷ്യരിൽ അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആൾ യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. വിവാഹിതനാണോ? അല്ല. യൂസുഫ് നബി തറവാടില്ലേ? എവിടെന്നെങ്കിലും കയറി വന്ന് വലിഞ്ഞു വന്ന ആളാണോ? യാക്കൂബ് നബിന്റെ പുത്രനാണ്. വാപ്പ നബിയാണ്, അവരുടെ വാപ്പ. ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ വാപ്പ. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഷെയ്ഖുൽ അംബിയയിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ലൊരു തറവാടുന്ന് വന്ന ചെറുപ്പക്കാരൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ജയിലിൽ അടക്കും. അങ്ങനെ പരീക്ഷണം. അല്ലാഹുവേ നീ എന്നെ കാക്കേണമേ. വ്യഭിചാരത്തെക്കാളും എനിക്കിഷ്ടം പിന്നെ ജയിൽ തന്നെയാണ്. ജയിലിൽ പോയി കിടന്നാലും ശരി ഈ തെറ്റ് ഞാൻ ചെയ്യില്ല. അല്ലാഹുവേ നീ കാവൽ തരേണമേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയാൽ അള്ളാഹുവിനെ ഓർക്കുക. മഅദല്ലാഹ്, പടച്ചവനെ കാവൽ താ റബ്ബേ, പെട്ടുപോയി റബ്ബേ, അള്ളാഹുവെ കാവൽ തരേണമേ. അള്ളാഹു കാവൽ തരട്ടെ. മുമ്പൊക്കെ ബോംബെയിലെ ചുവന്ന തെരുവുകൾ എന്നൊക്കെ പറഞ്ഞ് വ്യഭിചാരത്തിന്റെ തെരുവുകളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബോംബെ പോയി ജോലി ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഒരുത്തന്റെ ഉള്ളിലെന്താന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയതാ. നല്ല ധൈര്യം. എന്തോ ഭാഗ്യത്തിന് അള്ളാന്റെ കാവലുണ്ടായി തിരിച്ചു പോന്നു. എന്താ ഇതിന്റെ അവസ്ഥ? ഒരു ചെറുപ്രായത്തിൽ തോന്നിയ ഒരു ബുദ്ധിമോശം. അള്ളാഹു കാത്തു, തിരിച്ചു പോന്നു. പക്ഷെ ഒരല്പം ഈമാനില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ എന്താ സംഭവിക്കുക? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വീടുകളിൽ ജോലി ചെയ്യുന്ന ഹൗസ് ഡ്രൈവർമാർ സൂക്ഷിച്ചോളി. മറ്റു ആളുകളുമായി, പെണ്ണുങ്ങളുമായി ഇടപഴകുന്ന ജോലി സാധ്യതകളുള്ള ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. റബ്ബേ നീ സഹായിക്കണം പടച്ചവനെ. എന്റെ ശരീരത്തിന് ക്ഷമ നീ തരണേ റബ്ബേ. എന്റെ ശരീരത്തിന് ചാരിത്രശുദ്ധി നീ തരണം പടച്ചവനെ. റബ്ബിനോട് ചോദിക്ക്, അള്ളാഹു തആല നിങ്ങൾക്ക് തരും. അള്ളാഹിനോട് ക്ഷമ ചോദിക്ക്. നീ ചോദിച്ചിട്ടില്ല ഇതുവരെ. നീ നിനക്കായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ നോക്കണം. നീ കുടുങ്ങിപ്പോകും. റബ്ബിനോട് പറയ്, പടച്ചവനെ തെറ്റിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ നീ എനിക്ക് തരണം റബ്ബേ. കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. സൂക്ഷിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ നീ എന്നെ സഹായിക്കണം പടച്ചവനെ എന്ന് നീ ചോദിച്ചോ? ഒരിക്കലെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചോ? ഒരിക്കൽ ചോദിച്ചോ? റബ്ബേ എന്റെ കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല റബ്ബേ, എനിക്ക് നീ എന്നെ സഹായിക്കണം റബ്ബേ, നീ ഇടപെടണം എന്റെ വിഷയത്തിൽ, നീ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരണം, തെറ്റിലേക്ക് പോവാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചുവോ? അള്ളാഹു തആല എളുപ്പമാക്കി തരും. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് തെറ്റിലേക്ക് ചാഞ്ഞു കൊടുക്കാതിരിക്കുക. എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ആ വിഷയം അള്ളാഹുവിന്റേക്ക് മുൻനിർത്തിയിട്ട് റബ്ബേ നീ എനിക്ക് ഒഴിവാക്കി തരേണമേ എന്ന് റബ്ബിനോട് ചോദിക്കുകയും ചെയ്യാം. അഞ്ചാമത്തെ വിഷയം, തെറ്റിന്റെ സാഹചര്യങ്ങൾ, അസ്ബാബുകൾ. ഖൽബിനെ കൊന്നുകളയുന്ന ഈ പാപങ്ങളുടെ വഴികൾ എന്തൊക്കെയുണ്ടോ ആ വഴികൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ വഴിയിലേക്ക് എത്താതെ സൂക്ഷിക്കുക. അതിനാണ് മുഹാജിർ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹിജ്റ പോയ സ്വഹാബികളുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അവരെ നമ്മൾ മുഹാജിർ എന്ന് പറയാം. പക്ഷെ വേറെ ഖിയാമത്ത് നാൾ വരെ മുഹാജിർ എന്ന് വിളിക്കപ്പെടുന്ന മുഅ്മിനീങ്ങളുണ്ട്. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണോ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് ഒഴിവാക്കിയത് അവരാണ് മുഹാജിർ, അവരാണ് ഹിജ്റ ചെയ്തവർ. ഹിജ്റ ചെയ്യാത്തവരെ പോലെ അല്ലല്ലോ. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അന്ന് അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ ആ ഒരു തോട്ടത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ ശബ്ദിച്ചപ്പോഴേ നിസ്കാരത്തിൽ ശ്രദ്ധ പോയി. എന്നിട്ട് വന്ന് പറയാ, നബിയെ ഈ തോട്ടം എനിക്ക് വേണ്ടട്ടോ, ഇത് അള്ളാഹുവിന് ഞാൻ കൊടുക്കാണ്. എന്തേ? എന്റെ നിസ്കാരത്തിന് ഖലല് സംഭവിച്ചു, എന്റെ നിസ്കാരത്തിന് ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളെ മൊബൈൽ നമ്മളെ കയ്യിൽ വെക്കാൻ പറ്റുമോ? നമ്മളെ കമ്പ്യൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
നമ്മളെ മറ്റു സംവിധാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് നിസ്കാരത്തിന് കുഴപ്പം വന്നതാ, തെറ്റ് ചെയ്തതല്ല. എനിക്കിത് വേണ്ട നബിയെ, ഈ തോട്ടം എനിക്ക് വേണ്ട, ഇതിന്റേതാവുമ്പോഴേ ഞാൻ അവിടെ പോയി നിസ്കരിക്കുള്ളൂ, വേണ്ട ഞാൻ വേറെവിടെയെങ്കിലും പോയിക്കോളാം എന്ന് തെറ്റിലേക്ക് എന്ന് പറഞ്ഞുകൂടാ. നിസ്കാരത്തിന്റെ അശ്രദ്ധ വരുത്തിയ ഒരു വിഷയത്തിൽ അത് മുഴുവൻ ഉപേക്ഷിച്ചവരാ സുഹാബികൾ. തെറ്റിലേക്ക് നമ്മെ ഏതെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ ഒഴിവാക്കിക്കോ. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നീ തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ, നിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തോ, നിനക്കത് വേണ്ട. നിന്റെ മൊബൈൽ ഫോണുകൾ അശ്ലീലങ്ങൾ കോപ്പി ചെയ്യാനും സംസാരിക്കാനും നീ ഉപയോഗിക്കുന്നുണ്ടോ, നീ അത് ഒഴിവാക്കിക്കോ. അതാ നിനക്ക് ഖൈറ്. നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ വഴികൾ നീ തടഞ്ഞു വെച്ചേക്കണം, വഴികൾ തടഞ്ഞു വെച്ചേക്കണം. വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ പ്രശ്നം നീ എടുക്കണ്ട. ഈ നോക്കിയന്റെ ഏതെങ്കിലും വല്ല അതൊന്നും പറ്റാത്തവർ ചെറിയ കൊച്ചു ഫോണുണ്ട്, അതെടുത്താൽ മതി. നിനക്ക് ഈ ക്യാമറയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കണ ഏർപ്പാടും വസ്തുക്കൾ അത്തിപറ്റസ്ഥോടും ദേഷ്യപ്പെട്ടു പോയി എന്ന് കേട്ടു. യാ അല്ലാഹ്, മനുഷ്യന്മാർ എന്തങ്ങനെ, നമ്മൾ ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്തവരായിപ്പോയോ? ഉസ്താദ് ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മഹാനായ ഒരു പണ്ഡിതൻ, ഒരു മഹാനായ ആലിമും മുത്തസവ്വിഫമായ ഒരു വലിയ ആരിഫ് ബില്ലയായ ഒരു മഹാൻ ദേഷ്യപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ സദസ്സ് ഞാൻ ഇല്ലായിരുന്നു, എന്റെ ഭാഗ്യം ഞാൻ ഇപ്പൊ മനസ്സിലാക്കുകയാണ്. നമ്മൾ ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് പോലും അതിന്റെ ശുമ വന്നു പെട്ടേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാറിന് യാത്ര പോവാണ്, സാറിന് ഫോണിൽ സംസാരിച്ചു, സാർ കുറെ ദുആ ചെയ്തെന്നു, അൽഹംദുലില്ലാ ഇത് കാണാൻ പറ്റിയിട്ടില്ല. സാറിന് രാത്രി പുറപ്പെട്ട് കാണും, പോയി കാണാം. അള്ളാഹുരുടെ യാത്രയൊക്കെ ഖൈറാക്കി കൊടുക്കട്ടെ. വലിയ മഹാനാണ്, നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ്, വലിയ മഹാനാണ്. അപ്പോ ഉസ്താദിനെ ദേഷ്യപ്പെടുത്തിയത് ആ വിഷയമാണ്. ക്യാമറ കൊണ്ട് ഫ്ലാഷ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അതൊക്കെ നിർത്തുക ദയവ് ചെയ്തിട്ട്. അതിലൊന്നും ഇരിക്കണില്ല. നമ്മൾ വെറുതെ അത് വലിയ സംഗതിയാണ് വിചാരിക്കാൻ. അതൊക്കെ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സംഗതിയാണ്, അവർ വെറുത്ത സംഗതികളാണ്. നമ്മൾ ചെയ്യരുത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഏതെല്ലാം വിഷയങ്ങൾ നമ്മെ അള്ളാഹുവിന് അകറ്റുന്നുണ്ടോ ആ വസീലകൾ ഒഴിവാക്കുക, അതിന്റെ മീൻസ് നീ ഒഴിവാക്കുക, അതിലേക്കുള്ള വഴി ഒഴിവാക്കുക. നിനക്ക് തോന്നാൻ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുമ്പോ തെറ്റ് സംഭവിക്കും, നീ ജോലി മാറിക്കോ. അള്ളാഹിനോട് ചോദിക്കുക, പഠിച്ചവനെ എനിക്ക് ഈ ജോലി വേണ്ട റബ്ബേ, കൂടുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാ, നിങ്ങളുടെ ദേഹത്തേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന പെണ്ണുങ്ങളാ, എനിക്ക് വേണ്ട റബ്ബേ ഇവരുടെ കൂടെ, എനിക്ക് ഈ ജോലി വേണ്ട. റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിച്ചോ, അള്ളാഹു നിനക്ക് ഖൈറായത്, അതിലും പുണ്യമായത്, അതിനേക്കാൾ ബറക്കത്തുള്ളത് നിനക്ക് അള്ളാഹു തന്നിരിക്കും. അന്വേഷിച്ചു തുടങ്ങ്, മനസ്സുകൊണ്ട് നിയത്ത് ചെയ്യ്. അള്ളാഹു ജോലി ശരിയാക്കി തന്ന അത് രാജിവെച്ചിട്ട് പോയിക്കോ. ഉള്ളത് ഒഴിവാക്കി ഓടിപ്പോണ്ട. അള്ളാഹുവിനോട് ചോദിക്ക്, പരിശ്രമിക്ക്, അള്ളാഹു എളുപ്പാക്കി തരും. മാറിക്കോ. ഏതെല്ലാം ജോലി സാഹചര്യങ്ങൾ, ഏതെല്ലാം ചുറ്റുപാടുകൾ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ആ ചുറ്റുപാടുകളെ പറ്റി ബോധം ഉണ്ടായിക്കോളൂ. കൽബിനെ മരിപ്പിച്ചു കളയുന്ന സംഗതികളാണ്, കൽബിനെ കൊന്നുകളയുന്ന തെറ്റുകളാണ് അതൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലദീന തതവഫാഹുമുൽ മലായിക إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. ചില ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ മരിപ്പിക്കുമ്പോ, അവരുടെ റൂഹെടുക്കുമ്പോ, ളാലിമീ അൻഫുസിഹിം, ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിച്ചവരാണ്, അവരെ മരിപ്പിക്കുമ്പോ ഖാലൂ, മലക്കുകൾ ചോദിക്കും, ഫീമ കുൻതും, എന്തായിരുന്നടോ നിനക്ക് പണി? മലക്കുകൾ ചോദിക്കുകയാണ് മരിക്കണ നേരത്ത്. കള്ളു കുടിച്ച് കിടന്നിട്ടാ മരിക്കണത്, വ്യഭിചരിച്ച് കിടന്നിട്ടാ മരിക്കണത്, തോന്നിവാസം ചെയ്ത് നടന്ന ആളാണ്, അള്ളാഹുവിന് വേണ്ടി നെറ്റി പോലും വെച്ചിട്ടില്ല, റബ്ബിന് സുജൂദ് ചെയ്തിട്ടില്ലാത്ത മനുഷ്യനാണ്, അല്ലെങ്കിൽ നിസ്കാരം ഒരുപാട് ഖളാ ആക്കിയ ആളാണ്, മൈൻഡ് ചെയ്യാതെ നിസ്കരിച്ച ആളുകളാണ്. ഫീമ കുൻതും, എവിടെയായിരുന്നടോ? അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഖാലൂ, എന്താ മറുപടി? കുന്നാ മുസ്തദഅഫീന ഫിൽ അർള്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? കള്ളു കുടിക്കാൻ തോന്നി, ഞങ്ങൾ ചെയ്തു, നിർത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല നിർത്താൻ. കൂട്ടുകാരൊക്കെ കുടിക്കുന്നവരായിരുന്നു, സുഹൃത്തുക്കൾ കുടിപ്പിക്കുന്നവരായിരുന്നു, ഞങ്ങൾ അതിലെ കൂട്ടത്തിൽ അങ്ങ് ചെയ്തു പോയി. ഖാലൂ, മലക്കുകളുടെ മറുപടി, അലം തകുൻ അർളുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറൂ ഫീഹാ, ആ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും മാറി മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ലേ? നീ എന്തിനാ അവിടെ തന്നെ നിന്നത്?
നിന്റെ കൂട്ടുകാർ മോശക്കാരാണെങ്കിൽ അവരെ വിട്, അവരെ നന്നാക്കാൻ നിനക്ക് പറ്റൂല്ലെങ്കിൽ ഒഴിവാക്കിക്കോ, അവരെ നിനക്ക് വേണ്ട. നീ ചില നാട്ടിൽ നിന്ന് ചില പ്രദേശത്ത് നിന്നാ നിനക്ക് തെറ്റ് സംഭവിക്കുമോ, നീ ആ പ്രദേശം ഒഴിവാക്കി പോയിക്കോ. എന്തേ നീ അത് ചെയ്യാതിരുന്നത്? ഞങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കണോ? അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഇപ്പൊ തെറ്റ് ചെയ്യുന്ന പ്രദേശങ്ങൾ. അതുകൊണ്ടാണ് ബിലാദുൽ കുഫാർ, കാഫിരീങ്ങളുടെ നാട്ടിലേക്ക് ഒരു കാരണമില്ലാതെ ഒരു മനുഷ്യൻ യാത്ര പോവാൻ പാടില്ല എന്നാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. ഖൈറായൊരു ലക്ഷ്യമില്ലാതെ കുഫറിന്റെ നാട്ടിലേക്ക് യാത്ര പോവാൻ പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുമില്ല, അവിടെ മദ്യപാനവും ഡേറ്റിങ്ങും ആണും പെണ്ണും കൂടിക്കലർന്ന് തോള് പിടിച്ച് നടക്കുന്ന സംസ്കാരമൊക്കെ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുമ്പോ എത്ര തഖ്വയുള്ള മനുഷ്യനാണെങ്കിലും ഒരു 4-5 മാസങ്ങൾ നിന്നാൽ നിന്റെ തഖ്വയൊക്കെ ഉരുകിപ്പോകും. അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് നീ പോവല്ലേ, തെറ്റിന്റെ സാഹചര്യത്തിലേക്ക് പോവല്ലേ, തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നീ ചെന്ന് പെടല്ലേ, നീ ഒഴിവായിപ്പോ. അത് നിനക്ക് ഒഴിവാക്കിക്കൂടായിരുന്നോ? നിന്റെ ജോലി എങ്ങനെയായിരുന്നു? എന്ത് ജോലി? നിനക്ക് വേറെ ജോലി കിട്ടൂലായിരുന്നോ? അതൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം. നിന്റെ കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പച്ച തോന്നിവാസവും തെറിവിളിയുമാ, നിർത്തിപ്പോ, ഒഴിവായിപ്പോയിക്കോ, നീ പുറത്തു പോ, വേണ്ടാന്ന് പറ. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയില്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കൾ മോശപ്പെട്ടത് പോസ്റ്റ് ചെയ്യുന്ന ആളുകളാ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിൽ, വേണ്ട, നീ ഒഴിവാക്കിക്കോ. നീ എന്തിനവരെ ഫ്രണ്ട്സുകളായി സ്വീകരിച്ചു? വേറെ ആരെ കിട്ടിയില്ലേ? ഇതൊക്കെയാണ് ഈ ചോദ്യത്തിന്റെ മറുവശം. ഫതുഹാജിറു ഫീഹ, ഞങ്ങളങ്ങ് പെട്ടുപോയി, പറയണ്ട, നിനക്കത് ഒഴിവാക്കി പോയിക്കൂടായിരുന്നോ? ഫതുഹാജിറു ഫീഹ, മലക്കുകൾ ചോദിക്കുമെന്ന് സൂറത്തുൻ നിസായിൽ അല്ലാഹു ജല്ല ജലാലു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه.